ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 28-ാം ഭാഗം, ഉറുമ്പുകളുടെ അത്ഭുത ലോകം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൽ ഉറുമ്പ് എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൻ നംൽ. ഉറുമ്പുകളുടെ ഭാഷ മനസ്സിലാകുന്ന, ഉറുമ്പുകളുടെ ഭാഷ അറിയുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ തൻ്റെ സൈന്യവുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഈ ഉറുമ്പ് തൻ്റെ സഹജീവികളോട് സംസാരിക്കുന്നതായി കേട്ടു. ആ സംഭവം പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംൽ 18-ാമത്തെ ആയത്തിൽ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്: ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ. അങ്ങനെ അവർ, അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സൈന്യവും പരിവാരങ്ങളും, അവർ ഒരു ഉറുമ്പിൻ്റെ താഴ്വരയിലെത്തി. ഖാലത്ത് നംലത്തുൻ. അപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു: യാ അയ്യുഹന്നം, ഏ ഉറുമ്പുകളുടെ സമൂഹമേ, ഏ ഉറുമ്പുകളെ, ഉദ്ഖുലു മസാക്കിനക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കയറി ഭദ്രമായി അടച്ചിരുന്നോളൂ. ലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദുഹു. സുലൈമാൻ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ സൈന്യവും നിങ്ങളെ ചവിട്ടിയരക്കാതിരിക്കട്ടെ. വഹും ലാ യശ്ഉറൂൻ, അവരറിയാതെ. സുലൈമാൻ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ സൈന്യവും നിങ്ങളെ അറിയാതെ ചവിട്ടിയരക്കാതിരിക്കാൻ നിങ്ങളെല്ലാവരും വീടുകളിൽ കയറി അടച്ചിരുന്നോളൂ, അല്ലെങ്കിൽ വീടുകളിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ എന്ന് ഒരു ഉറുമ്പ് മറ്റു ഉറുമ്പുകളോട് പറയുന്നതായുള്ള ആ സംഭാഷണം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഉറുമ്പ് എന്ന അധ്യായത്തിൽ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉറുമ്പ് അതിൻ്റെ സഹജീവികൾക്ക് നൽകുന്ന ഒരു ജീവൻ രക്ഷാ നിർദ്ദേശമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നത്. ഇതിൽ മനുഷ്യർക്ക് വലിയ പാഠങ്ങളുണ്ട്. സഹജീവികളെക്കുറിച്ചുള്ള ശ്രദ്ധയും കരുതലും, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ട മുൻകരുതൽ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ മനുഷ്യർ ശ്രദ്ധിക്കണമെന്ന പാഠങ്ങളൊക്കെ ഈ ഉറുമ്പിൻ്റെ ഈ ആഹ്വാനത്തിലുണ്ട്. ഉറുമ്പുകൾ ഒറ്റയ്ക്ക് ജീവിക്കാറില്ല. ഉറുമ്പുകൾ ഒരു സമൂഹമാണ്. ഉറുമ്പ് കോളനി എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉറുമ്പുകൾ ഒന്നിച്ചാണ് അവരുടെ ജീവിതവും, ഒന്നിച്ചാണ് അവരുടെ സഞ്ചാരവും. അതുകൊണ്ടാണ് ഉറുമ്പൊരു സാമൂഹ്യ ജീവിയാണ് എന്ന് പൊതുവെ പറയാറുള്ളത്. മറ്റുള്ളവരെക്കുറിച്ചുള്ള ഉറുമ്പിൻ്റെ ഈ സദ്വിചാരമുണ്ടല്ലോ, അവരെക്കുറിച്ചുള്ള ആ ബേജാറ്, അത് കാണുകയും ആ ബേജാറിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മനസ്സിലാവുകയും ചെയ്തപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതായി തൊട്ടടുത്ത ആയത്ത് 19-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്: ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ഈ ഉറുമ്പിൻ്റെ സംസാരത്തിൽ ആ വാക്ക്, ആ സംസാരം കേട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചു. വഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. പടച്ചവനെ, എൻ്റെ നാഥ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ തുണക്കേണമേ. വ അൻ അഅമല സാലിഹൻ തർളാ. നിനക്കിഷ്ടമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ എന്നെ തുണക്കേണമേ. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. നിന്റെ നല്ലവരായ, സുഹൃതചാരികളായ, സച്ചരിതരായ ദാസന്മാരിൽ എനിക്കും നീ ഇടം നൽകണമേ എന്ന് ഈ ഉറുമ്പുകളുടെ ഈ ശ്രദ്ധയും ജാഗ്രതയും സൂക്ഷ്മതയും ഒക്കെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഉറുമ്പുകൾ ഒന്നിച്ച് കൂട്ടത്തോടെ
ലൈനായിട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടിക്കാലത്തൊക്കെ ഈ ഉറുമ്പുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൗതുകത്തോടുകൂടി ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എത്ര അടുക്കിലും ചിട്ടയിലുമാണ് അവ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് കൗതുകം തോന്നും. ഉറുമ്പുകൾ അങ്ങനെയാണ്, വളരെ ചിട്ടയായുള്ള ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്ന ജീവികളാണ് ഉറുമ്പുകൾ. മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഉറുമ്പുകളുടെ സാമൂഹ്യ ജീവിതം. വളരെ ഐക്യത്തോടുകൂടി, പരസ്പര സഹകരണത്തോടുകൂടി, ചിട്ടയോടുകൂടി അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ സൈന്യവുമായി സഞ്ചരിക്കുമ്പോഴുള്ള ഈ സംഭവമാണല്ലോ ഈ ആയത്തിൽ ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സൈന്യത്തിൽ മനുഷ്യരുണ്ടായിരുന്നു, ജിന്നുകളുണ്ടായിരുന്നു, പക്ഷികളുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഖുർആനിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ സൈന്യം ഇങ്ങനെ ഒരു താഴ്വരയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് കണ്ട, അല്ലെങ്കിൽ ദൂരത്ത് നിന്ന് ആ സൈന്യം വരുന്നത് കണ്ടപ്പോൾ അപകടം മണത്ത ഒരു ഉറുമ്പ് മറ്റു ഉറുമ്പുകളോട്, ഇതാ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സൈന്യം വരുന്നുണ്ട്, അവരറിയാതെ നിങ്ങളെ ചവിട്ടിത്തേച്ച് കളയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിലേക്ക് മടങ്ങിപ്പോകണം, പാർപ്പിടങ്ങളിൽ പ്രവേശിച്ചു കൊള്ളണം എന്ന് ഈ ഉറുമ്പ് പറയുകയാണ്. അപ്പോൾ ഈ ആയത്തിലുള്ള ഒരു ഉറുമ്പുകളുടെ ഒരു സെക്യൂരിറ്റി അവയർനെസ്, അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള അവർക്ക് അള്ളാഹു നൽകിയ ഒരു സ്വയരക്ഷാബോധം എങ്ങനെയാണ് എന്ന് നോക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള മിക്കവാറും എല്ലാ ജീവികളിലും ഇത് കാണാം. അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് അവർക്ക് ആവശ്യമുള്ളത്, എന്താണ് അവർക്ക് ആവശ്യമില്ലാത്തത്, എന്താണ് അപകടമുള്ളത്, എന്താണ് അപകടമില്ലാത്തത്, ഇതൊക്കെ നോക്കാനും ശ്രദ്ധിക്കാനും അതിൽ നിന്ന് രക്ഷ തേടാനും ഒക്കെയുള്ള ഒരു സംവിധാനം, ഒരു പ്രത്യേക സിസ്റ്റം ഓരോ ജീവജാലങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. അവരുടെ ജീവന് അപകടമുണ്ടാക്കുന്ന സാഹചര്യം വരുമ്പോൾ അവർക്കത് വേഗം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒന്നുകിൽ അവർ ഓടും, അല്ലെങ്കിൽ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ശരീരത്തിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കും. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത ജീവജാലങ്ങളുടെ സ്വയരക്ഷാ പദ്ധതികൾ, അവരുടെ സ്വയരക്ഷാ മെഷീനറികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഉറുമ്പ് അപകടം മണത്ത് അതിൻ്റെ സൈറൺ മുഴക്കുകയാണ്. അപ്പോൾ അപകട സൈറൺ എന്ന് പറയുന്നത് ഇപ്പോൾ മനുഷ്യർക്കെല്ലാവർക്കും പരിചിതമായതാണ്. വലിയ അപകടമുണ്ടാകുമ്പോൾ സൈറൺ മുഴങ്ങുന്നു എന്നതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് മടങ്ങിക്കോളൂ എന്ന് അവർ പറയുകയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുക, എങ്ങനെയാണ് ഈ ഉറുമ്പുകളുടെ കമ്മ്യൂണിക്കേഷൻ? ഈ ഒരു ഉറുമ്പ് മറ്റ് അനേകായിരം ഉറുമ്പുകൾക്ക്, ഒരുപക്ഷെ വേണമെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുമ്പ്, കാരണം ഉറുമ്പ് താഴ്വര എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. വാദിന്നംല്, ഉറുമ്പുകളുടെ താഴ്വരയാണ്. അവിടെ ഒരുപക്ഷെ ആ ഉറുമ്പ് താഴ്വരയിൽ ലക്ഷക്കണക്കിന് ഉറുമ്പുകളുണ്ടാകും. ഈ ലക്ഷക്കണക്കിന് ഉറുമ്പുകളോട് എങ്ങനെയാണ് ഈ ഒരു ഉറുമ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഈ അപകടം മനസ്സിലാക്കിയ, ഈ വലിയ ദുരന്തം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഈ ഉറുമ്പ്, ആ ഉറുമ്പ് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ല, എല്ലാവരും മറ്റുള്ളവരും രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയാണ്. അപകടത്തിലാണെന്നറിഞ്ഞാൽ ഏത് വിധേനയും സമൂഹത്തെ ഉടനെ അക്കാര്യം അറിയിക്കണം, അവരെ കൂടി രക്ഷപ്പെടുത്തണം എന്നാണ് ഈ ഉറുമ്പിൻ്റെ, ഒരൊറ്റ ഉറുമ്പിൻ്റെ ഈ ഒരു പ്രഖ്യാപനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും, യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും, ഉറുമ്പുകളെ നിങ്ങൾ വീടുകളിലേക്ക് കയറിപ്പോയിക്കോളൂ എന്ന ഈ പ്രയോഗമുണ്ടല്ലോ, നിങ്ങളുടെ വീടുകളിലേക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു അപകട മുന്നറിയിപ്പ് കിട്ടിയാൽ ഉടൻ തന്നെ വീടുകളിലേക്ക്, അല്ലെങ്കിൽ ഒളിസങ്കേതങ്ങളിലേക്ക്, അല്ലെങ്കിൽ അഭയകേന്ദ്രങ്ങളിലേക്ക്, കോട്ടകളിലേക്ക്, ഷെൽട്ടറുകളിലേക്കൊക്കെ പോകണം. ആ അപകട മുന്നറിയിപ്പ് അവഗണിക്കരുത് എന്ന മെസ്സേജ് കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് പറയുന്ന ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യഷ്ഉറൂൻ. നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ ഉറുമ്പുകൾ ഇങ്ങനെ അടിയിലൂടെ പോകുന്നു നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മളറിയാതെ ചവിട്ടിപ്പോകും. നമ്മൾ ബോധപൂർവം ഉറുമ്പുകളെ ചവിട്ടി അരക്കുകയല്ല,
ഇതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനും സുലൈമാൻ നബിയുടെ സൈന്യത്തിനും ഈ ഉറുമ്പ് ഒരു എക്സ്ക്യൂസ് നൽകുകയാണ്. അവർ നിങ്ങളെ ബോധപൂർവം കൊല്ലാനോ നശിപ്പിക്കാനോ വരികയല്ല, അവർ ഓർക്കാതെ, അവരറിയാതെ, വഹും ലാ യശ്ഉറൂൻ എന്നാണ് പറഞ്ഞത്. അവർ ബോധമില്ലാതെ, അവരറിയാതെ നിങ്ങളെ ചവിട്ടി കടന്നു പോകും. അതുകൊണ്ട് ബുദ്ധിപൂർവം അവരുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് കരണീയമായിട്ട്. എന്തൊരു വലിയ പാഠമാണ്! ഇത്തരത്തിൽ അപകടത്തിലേക്ക് എടുത്തുപോയി ചാടുന്നതിന് പകരം നിങ്ങൾ മാറി നിൽക്കുക. അവർ പോയിക്കോട്ടെ, അവർ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നതല്ല, അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണം. അപ്പോൾ ഈ ഉറുമ്പുകളുടെ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. എങ്ങനെയാണ് ഈ ഒരു ഉറുമ്പ് മറ്റ് ലക്ഷക്കണക്കിന് ഉറുമ്പുകളുമായി സംവദിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കമ്മ്യൂണിക്കേഷനുള്ള ഒരു പ്രത്യേകമായ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കാനേ നമുക്ക് കഴിയൂ. പക്ഷെ ആ സംവിധാനം എടുക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു പ്രത്യേകം കഴിവ് കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായി. ഉറുമ്പുകൾ അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ കൂടുകളിൽ വളരെ സംഘബോധത്തോടുകൂടി കോളനികളായി താമസിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെ താമസിക്കുന്നത്? എങ്ങനെയാണ് അവരിങ്ങനെ സാമൂഹ്യ ജീവിതം നയിക്കുന്നത്? ഇതിപ്പോഴും ഒരു പഠന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവയുടെ സത്തയിൽ തന്നെ നിക്ഷേപിച്ചിട്ടുള്ള ഈ സാമൂഹ്യ ബോധം, അതാണ് അവയെ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. യൂട്യൂബിൽ പരിശോധിച്ച് നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പാഠഭാഗങ്ങൾ, ഒരുപാട് ഡോക്യുമെൻ്ററികളിൽ കാണാം. ഒരു ഡോക്യുമെൻ്ററി ഞാൻ ശ്രദ്ധിച്ചത് ദ ലാർജസ്റ്റ് സിവിലൈസേഷൻ ഇൻ ദ വേൾഡ്, ഏകദേശം 3.8 മില്യൺ വ്യൂവേഴ്സുള്ള ഒരു യൂട്യൂബിലെ അതിൻ്റെ തലക്കെട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സംവിധാനം. BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, അതും കണ്ടു നോക്കിയാൽ വളരെ കൗതുകകരമാണ്. ആൻസ് നേച്ചേഴ്സ് സീക്രട്ട് പവർ എന്നാണ്. ഉറുമ്പുകൾ പ്രകൃതിയുടെ അതീവ രഹസ്യമായ ശക്തിയാണ്. എങ്ങനെയാണ് ഉറുമ്പുകൾ പ്രകൃതിയുടെ രഹസ്യ ശക്തിയാകുന്നത് എന്ന് അത് 2 പാർട്ടുണ്ട്. അത് കണ്ടു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ വീഡിയോകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഉറുമ്പുകളുടെ ഒരു അത്ഭുത ലോകത്തേക്ക് ഈ വീഡിയോകൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ഭൂമിക്കടിയിൽ ഉറുമ്പുകൾ ഉണ്ടാക്കുന്ന കോട്ടകൾ, അവരുടെ വീടുകൾ, അതിൻ്റെ അതിസങ്കീർണമായ വാസ്തുശില്പ ചാതുരി, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ഉറുമ്പിൻ്റെ വീട് അല്ലെങ്കിൽ കൂട് അത് നമ്മൾ അത്ഭുതപ്പെടുത്തും, വിസ്മയിപ്പിക്കും. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഒരു ചെറിയ ഉറുമ്പ് അതുണ്ടാക്കുന്ന ഈ വലിയ വീടുകൾ, ഓരോ ഉറുമ്പും അത് താങ്ങിക്കൊണ്ടുപോകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ആ ഉറുമ്പിൻ്റെ വെയിറ്റിൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടിയുള്ള സാധനങ്ങളാണ് അവർ താങ്ങിക്കൊണ്ടുപോവുക. അത് നമ്മൾ കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇവരിത് കൊണ്ടുപോകുന്നത്? പിന്നെ അവ തമ്മിലുള്ള ഒരു ഐക്യം, ഒരു സാധനം കൊണ്ടുപോകാൻ ഉറുമ്പുകൾ എല്ലാവരും കൂടി യോജിച്ച് അവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ എല്ലാവർക്കും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതൊക്കെ നോക്കിയാൽ അവരുടെ ഈ സാമൂഹ്യ ബോധത്തിൻ്റെ ആ ഒരു മേന്മ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബ്രസീലിലെ സോളോ പോളോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ ലൂയിസ് കാർലോസ് ഫോർട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തൻ്റെ പര്യവേഷണത്തിൽ കണ്ടെത്തിയ ഈ ഉറുമ്പുകളുടെ കൊട്ടാരത്തെ വിശേഷിപ്പിക്കുന്നത് മെഗാലോപോളിസ് എന്നാണ്. അഥവാ അവിടെ നഗരവുമുണ്ട്, ഗ്രാമങ്ങളുമുണ്ട്, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വലിയ ലോകം. ഇതാണ് ഉറുമ്പുകളുടെ ലോകം, ഇതാണ് ഉറുമ്പുകളുടെ അത്ഭുത ലോകം. ഈ ഉറുമ്പുകളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അവരുടെ സംവേദനക്ഷമത, അത് മറ്റു പല ജന്തുക്കളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നതാണ് എന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം നടത്തിയ ആളുകൾ പറയുന്നു. ഒരൊറ്റ ഉറുമ്പ് എങ്ങനെയാണ് ഈ അലേർട്ട് ലക്ഷക്കണക്കിന് തൻ്റെ സഹജീവികൾക്ക് നൽകുന്നത് എന്ന് നമുക്കറിയില്ല, അള്ളാഹുവിനറിയാം. പറഞ്ഞു വന്നത് മനുഷ്യർ മാത്രമേ പരസ്പരം സംസാരിക്കാറുള്ളൂ, മനുഷ്യർ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്ന ധാരണ മാറ്റുക. അതിനപ്പുറം നമ്മുടെ ചുറ്റുമുള്ള പല ജീവജാലങ്ങളും അവർ ജീവിക്കുന്നത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും പരസ്പരം അപകടങ്ങൾ വരുമ്പോൾ തങ്ങളുടെ സഹജീവികൾക്ക് മെസ്സേജ് കൊടുത്തിട്ടും അവർ രക്ഷപ്പെടുത്തിയിട്ടുമൊക്കെയാണ് എന്ന് ഖുർആനിലെ ഈ ഒരൊറ്റ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, എന്ത് അത്ഭുതമാണ് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി. അതിനെക്കുറിച്ച് നമുക്ക് തരുന്ന ഖുർആനിക ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.